ഹലോ എവരിവൺ. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബേസിക് ഫയൽ റീഡിംഗ് ഇൻ പൈത്തൺ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതായത് നമുക്ക് ഡേറ്റ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ഫയൽ ഫോർമാറ്റ്സ് റീഡ് ചെയ്യേണ്ടതായിട്ടും അതിലൂടെ റൈറ്റ് ചെയ്യേണ്ടതായിട്ടും ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് വളരെ റോ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ. അതായത് പ്രത്യേകിച്ച് ഫോർമാറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ സ്റ്റൈലിങ്ങോ ഒന്നും ഇല്ലാത്ത ഫയൽസ് റീഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ വെറും ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ പ്ലെയിൻ ടെക്സ്റ്റ് എഡിറ്ററിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു .txt ഫയൽ അതിനൊരു ഉദാഹരണമാണ്. നേരെ മറിച്ച് എക്സൽ ഫയൽസോ വേർഡ് ഡോക്യുമെൻറ്റ്സോ ഒക്കെ വരുമ്പോൾ അതിൽ ഫോർമാറ്റിംഗ്, ഫോൺ സൈസ്, അങ്ങനെയുള്ള സ്റ്റൈലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. പക്ഷേ റോ ഫോർമാറ്റിലുള്ള ഏത് ഫയലും, അതിപ്പോൾ .txt എക്സ്റ്റൻഷനുള്ള ഫയൽ ആവണമെന്നില്ല, ഏത് ഫയലും നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പൈത്തണിൻ്റെ ഓപ്പൺ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് ഈ ഒരു വിത്ത് ഐഡൻറ്റിഫയറും ഓപ്പൺ ഫങ്ഷനും യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ബെയർ മിനിമം കോഡാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിത്ത് എന്ന് പറയുന്നൊരു കീവേഡ് കൊടുക്കുന്നു. ദെൻ ഓപ്പൺ ഫങ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ ഫയലിൻ്റെ പാത്ത്, ഫുൾ പാത്ത് അല്ലെങ്കിൽ ഈ ഫയലിൻ്റെ പേര് കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ നോട്ട്ബുക്ക് റൺ ചെയ്യുന്ന അതേ ലൊക്കേഷനിലാണ് ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫയലിനെ മാത്രം കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ആ എൻ്റയർ പാത്ത് നമ്മൾ കൊടുക്കണം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം അഡീഷണൽ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സിംഗിൾ കോഡ്സിലോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലോ ആർ എന്ന് പാസ് ചെയ്യുന്നു. അത് നമ്മൾ ഈ ഫയൽ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ റൈറ്റ് ചെയ്യാനല്ല നമ്മൾ ചെയ്യുന്നത്. ഫയലിലോട്ട് നമ്മൾ റീഡ് ചെയ്ത് ആ ഡേറ്റ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ചെയ്യുന്ന സിനാരിയോയിലാണ് നമ്മളിവിടെ ഈ ആർ എന്നുള്ളത് മാറ്റിയിട്ട് ഡബ്ല്യു കൊടുക്കും. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ആസ് എന്ന് പറയുന്നൊരു കീവേഡ് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഫയൽ ഹാൻഡ്ലർ ഐഡൻറ്റിഫയർ ഡിക്ലെയർ ചെയ്യും. അതായത് ഒരു വേരിയബിൾ നെയിമാണ്. അത് ഈ ഫയലിൻ്റെ റീഡിങ്ങിനോട്ട് നമുക്കൊരു പോയിൻ്റർ എന്നുള്ള രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു കോളൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ കോളൻ സിംബൽ കൊടുത്തതിന് ശേഷം നമ്മൾ യൂഷ്വലി ഫോർ ലൂപ്പിലും അതുപോലെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫോർ സ്പേസസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇൻഡൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എന്താണോ നമ്മൾ ഫയൽ ഹാൻഡ്ലർ പേര് കൊടുത്തത്, ആ ഫയൽ ഹാൻഡ്ലർ നെയിം .read എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കണ്ടൻറ്റ് ഫുൾ നമുക്കൊരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്ത് തിരിച്ച് കിട്ടും. ഇപ്പോൾ അത് ഒരു വേരിയബിളിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്യുവാണ് ഇവിടെ ചെയ്തേക്കുന്നത്, കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട്. വൺസ് അത് ചെയ്തതിന് ശേഷം നമുക്കത് പ്രിൻറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏത് ടെക്സ്റ്റ് ഫയലും, അതിപ്പം .txt അല്ല, ഇപ്പം മാർക്ക് ഡൗൺ ഫയലാണെങ്കിൽ .md എക്സ്റ്റൻഷനിലാണ് വരുന്നത്, അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ഉൾപ്പെടെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. CSV ഫയലിലാണെങ്കിലും അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ ഫോർമാറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം CSV ഫയൽ നമുക്ക് ഇതുപോലെ തന്നെ റോ ടെക്സ്റ്റ് ആയിട്ട് റീഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് തൽക്കാലം ഒരു റോ ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുവാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു സ്ക്രീൻ കൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, ഞാനൊരു റോ ടെക്സ്റ്റ് എഡിറ്റർ, സബ്ലൈം ടെക്സ്റ്റ് എഡിറ്ററാണ് ഓപ്പൺ ചെയ്തത്. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് 2-3 ലൈൻസ് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് എൻ്റെ ഡൗൺലോഡ്സിലോ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്തിടുവാണ്. ഓക്കെ, sample.txt എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ആ sample.txtനെ ഈ ഒരു വർക്ക് സ്പേസിലോട്ട്, ഗൂഗിൾ കൊലാബിൻ്റെ വർക്ക് സ്പേസിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം ഗൂഗിൾ കൊലാബിൻ്റെ ഈ വർക്ക് സ്പേസിൽ ആ ഫയൽ വന്നിട്ടുണ്ട്. ഈ ഒരു റൺ ടൈം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യുമെന്നുള്ളൊരു വാർണിംഗ് മെസ്സേജാണ്. സോ നമുക്കിത് തൽക്കാലം ഇഗ്നോർ ചെയ്യാം. സോ ഇവിടെ വർക്ക് സ്പേസിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫയൽ നെയിം ഡയറക്റ്റ്ലി ഇവിടെ കൊടുത്താൽ മതിയാകും അത് റീഡ് ചെയ്യാനായിട്ട്. ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു
കോണ്ടൻറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ഈ ഫുൾ വാല്യൂസ് ഉണ്ടാവും. സോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ഹാൻഡ്ലർ നമ്മൾ യൂഷ്വൽ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഫംഗ്ഷൻ വിത്ത് കമാൻഡ് യൂസ് ചെയ്യാതെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഹാൻഡ്ലർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം എഫ് ഡോട്ട് ഡോട്ട് ക്ലോസ് എന്ന് പറഞ്ഞത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മെമ്മറി എറേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിത്ത് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഫയൽ ഈ രീതിയിൽ റീഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫോർ ലൂപ്പ് പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ ഫോർ സ്പേസ് ഇൻഡൻറ്റ് ചെയ്ത് ആ ഒരു ബ്ലോക്കിന് പുറത്ത് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഈ ഫയൽ ക്ലോസ് ആവും. സോ ആ ഒരു കാര്യം ഈവൻ ദോ നമ്മൾ മറന്നു പോയാലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടേക്ക് കെയർ ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫയൽ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇവൻ ദോ ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ മാറി കിടക്കുവാണെന്ന് വിചാരിക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുവാണ്, വേറൊരു പേര് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പം ഇവിടെയും എനിക്ക് ആ എക്സ്റ്റൻഷൻ മാറ്റി കൊടുത്താൽ മതിയാകും. ബെയർ മിനിമം ബെയർ ടെക്സ്റ്റാണ് അതിൻ്റെ അകത്തുള്ളത്. ബേസിക്കലി അതൊരു ടെക്സ്റ്റ് ഫയലാണ്, എക്സ്റ്റൻഷൻ മാറുന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് സ്റ്റിൽ വി ക്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് റീഡ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫയൽ റീഡിങ് ചെയ്യാനായിട്ട് ഓപ്പൺ ഫംഗ്ഷൻ ആൻഡ് വിത്ത് കമാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്.